എഴുന്നേൽക്കട്ടെ അപ്പോസ്തലർ, എഴുന്നേൽക്കട്ടെ പ്രവാചകർ, എഴുന്നേൽക്കട്ടെ സുവിശേഷകർ, ഉണർവോടെ സുവിശേഷം ഘോഷിക്കാം. ഭാരതം ഉണരണം, യേശുവിൽ വളരണം. എന്നെ ഉപയോഗിക്കൂ നാഥാ, എന്നെ ഉപയോഗിക്കൂ നാഥാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ഒന്ന് കണ്ട് പ്രാർത്ഥിക്കണം. ഇനി രണ്ട്, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അരുവി തോടും നദിയും സമുദ്രവുമായി മാറണമെങ്കിൽ രണ്ടാമത്തെ സംഗതിയാണ്, രണ്ട്, വില കൊടുക്കണം. രണ്ടാമത്തെ കാര്യമാണ് വില കൊടുക്കണം. വില കൊടുക്കണം. രണ്ടാമത്തെ സംഗതിയാണ് വില കൊടുക്കണം. പ്രിയപ്പെട്ട സഹോദരൻ, വില കൊടുക്കാതെ അഭിഷേകം നിറയില്ല എന്നുള്ള കാര്യം മനസ്സിൽ ഹൃദയത്തിൽ ആലേഖനം ചെയ്ത് വെക്കേണ്ട ഒരു സംഗതിയാണ്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, പറക പറയാം ഹല്ലേലൂയ. കേരളത്തിലെ ഒരു രൂപതയിൽ വട്ടാലിച്ചൻ്റെ കൂടെ ഒരു വൈദികരുടെ ധ്യാനത്തിന് വേണ്ടി ചെന്നിരിക്കുക. അങ്ങനെ വൈദികരുടെ ധ്യാനത്തിന് വേണ്ടി ചെന്ന് അപ്പോൾ ഇങ്ങനെ ഒരു അച്ഛന്മാരിക്കാം. അപ്പോൾ ഞാനിങ്ങനെ ക്ലാസ് എടുത്ത ഒരച്ഛൻ എൻ്റെ കണ്ണ് പതിഞ്ഞു. അച്ഛനെ കണ്ണ് പറയാൻ കാരണം അച്ഛന് അത് ഭയങ്കര ഗ്രേസ്, ഭയങ്കര ഒരു അഭിഷേകം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ അച്ഛനോട് സംസാരിക്കണം, കാരണം കൃപയുള്ള ഒരു അച്ഛനല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചു. ഞാൻ അച്ഛനെ ക്ലാസ് എടുത്തുകൊണ്ട് പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അച്ഛനെ എപ്പോഴെങ്കിലും കാണുമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ എന്ത് ചെയ്തു, ഞാനിങ്ങനെ കണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ അച്ഛൻ ജസ്റ്റ് എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ എനിക്ക് പിന്നെ സന്തോഷമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അച്ഛനെ ക്ലാസ് ശ്രദ്ധിച്ചായിരുന്നു. അച്ഛൻ ഭയങ്കര ഒരു അഭിഷേകമുള്ള അച്ഛനെ എനിക്ക് മനസ്സിലായി. അച്ഛൻ്റെ കൈവും പ്രാർത്ഥനയും എനിക്ക് വേണം, അതിന് വേണ്ടിയാണെന്ന് ചോദിച്ചു. ഞാൻ പരിചയപ്പെടും. പിന്നെ ഞാൻ അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പരിചയപ്പെടാൻ ചോദിച്ചാൽ പേര് പറഞ്ഞു. അച്ഛൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം അച്ഛനോട് പറഞ്ഞു, എനിക്ക് വീടില്ല എന്ന് പറഞ്ഞു. എനിക്ക് വീടില്ലെന്ന്. അപ്പം ഞാൻ വെച്ചാൽ അതിലച്ഛാ അച്ഛൻ്റെ ചാച്ചനെ വെച്ച് താമസിക്കുന്ന സ്ഥലം വീട് എവിടെയാണെന്ന് ചോദിച്ചു. അത് വീട് എവിടെയാണെന്ന് ചോദിച്ചു. ഈ അച്ഛൻ പറഞ്ഞ മറുപടി എന്നറിയോ, അത് നമ്മൾ പട്ടത്തോട് കൂടി ഉപേക്ഷിച്ചതല്ലേ. അത് നമ്മൾ പട്ടത്തോട് കൂടി ഉപേക്ഷിച്ചതല്ലേ. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛൻ വീട്ടിൽ പോകാറില്ലേ എന്ന് ചോദിച്ചു. ഇല്ല. അപ്പം അച്ഛൻ വീട്ടിൽ പോയത് എന്താ, ലാസ്റ്റ് പട്ടത്തിൻ്റെ തലേ ദിവസം. അച്ഛന് വയസ്സ് 65 മുകളിൽ. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛനിങ്ങനെ അപ്പനെ നമുക്ക് കാണാൻ തോന്നിയ കാലഘട്ടത്തിൽ എന്താ ചെയ്തിരുന്നത്. അപ്പോൾ അവിടുത്തെ ഇടവകപ്പള്ളി വികാരിച്ചൻ ചിലപ്പോൾ എന്നെ വല്ല കുർബാനയ്ക്കും വേണ്ടി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുർബാനയ്ക്ക് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അപ്പനും അമ്മയും പള്ളി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പനെ കാണും, അപ്പനെ അമ്മേനെ കാണും. എൻ്റെ സഹോദരങ്ങളെ, ഈ അച്ഛനുണ്ടല്ലോ വെളുപ്പിനെ 4:30 അച്ഛൻ എഴുന്നേൽക്കുമ്പോൾ അച്ഛൻ്റെ പള്ളിയുടെ മുറിയുടെ മുമ്പിൽ ആൾക്കാർ ക്യൂ നിൽക്കുക കണ്ട് പ്രാർത്ഥിക്കാൻ. എൻ്റെ സഹോദരങ്ങളെ, വില കൊടുക്കാത്തടത്ത് അഭിഷേകം നിറയല. വില കൊടുക്കാത്തടത്ത് അഭിഷേകം നിറയല. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, പറക പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വില കൊടുക്കാത്തടത്ത് എൻ്റെ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയുക സാധ്യമല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 മക്കബായർ 15-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ തെല്ലുകൾ. അവരെ ഉൾക്കണ്ട പ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയത്തെ കുറിച്ചായിരുന്നു. തങ്ങളുടെ ഭാര്യമാർ, മക്കൾ, ബന്ധുക്കൾ, സ്വന്തക്കൾ എന്നിവരെ കുറിച്ച് അവൻ അത്ര അങ്ങോട്ട് വ്യഗ്രതയുള്ളവരായിരുന്നില്ല, അത്രയും ഉൾക്കണ്ടവരായിരുന്നില്ല. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. എൻ്റെ സഹോദരൻ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ 2 കൈയും വിടാതെ ദൈവം നമ്മുടെ കുടുംബത്തെ നോക്കിയല്ല. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ എന്ന് പറഞ്ഞ പകുതി എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട അനേകം ശുശ്രൂഷകരുടെ ജീവിതത്തിൽ, അനേക സമർപ്പണ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ കാര്യങ്ങളും നമുക്കെന്ന് പറയും വില കൊടുക്കാതെ സുവിശേഷപരം നടക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ കാര്യം നോക്കണ്ട, മക്കളുടെ കാര്യം നോക്കണ്ട, കുടുംബത്തിന്റെ കാര്യം നോക്കണ്ട എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എൻ്റെ നമ്മൾ 2 കൈയും വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തെ ദൈവം നോക്കിയില്ല പിന്നെ ആരും നോക്കും സഹോദരങ്ങളെ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു സംഭവം ഞാൻ പറയാം. ജീസസ് യൂത്തുമായിട്ട് പ്രവർത്തിച്ചിരുന്നൊരു കാലഘട്ടമുണ്ട്. അങ്ങനെ ജീസസ് യൂത്തുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പിന്നെ അവർ ഫുൾ ടൈമേഴ്സ് ട്രെയിനിങ്ങിന് വേണ്ടി ഞാൻ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ട്രെയിനിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ യൂത്ത് ആകുമ്പോൾ ഒരു വൈബ്രന്റ് നേച്ചർ ഉണ്ടല്ലോ. അപ്പോൾ അവരെന്തറിയോ, എറണാകുളം ടൗണിലുള്ള യാചകരുടെ ഇടയിൽ സുവിശേഷ വേല ചെയ്യാൻ വേണ്ടി അവർ പോവാം. അപ്പോൾ ഞാനും ഉണ്ട് ആ ഗ്രൂപ്പിൽ. പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ട് എറണാകുളത്തുള്ള പല യാചകരുടെ അടുത്ത് ഇവർ പിന്നെ സാധാരണ നമുക്കറിയാം യാചകർക്ക് നമ്മൾ പൈസ കൊടുത്ത് പെട്ടെന്ന് ഒഴിവാക്കുകയല്ലേ ഉള്ളൂ, അല്ലാതെ അവരുടെ സ്നേഹം വിശേഷം ഒന്നും പ്രസംഗിക്കാറില്ലല്ലോ. അങ്ങനെ എറണാകുളത്തുള്ള പല യാചകരുടെ പല ഗ്രൂപ്പ് ഇരിക്കുക. അപ്പോൾ ജെ സി യൂത്തിനകത്ത് കല്യാണം കഴിഞ്ഞവരുണ്ട്, കല്യാണം കഴിയാത്തവരൊക്കെ ഉണ്ട്.
അപ്പം ഞാനൊരു ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പിലുണ്ടായ അനുഭവം എന്നറിയാം. അവിടെ ഒരു യാചകൻ പല പല കടകളിൽ നിന്ന് കിട്ടിയ, ഹോട്ടലിൽ നിന്ന് കിട്ടിയ ഭിക്ഷകൾ അതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്കാക്കി യാചകൻ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഈ പാത്രത്തിൽ നിന്ന് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ജീവസുഖത്തെ പ്രവർത്തകർ ഒരു 4-5 പേരുണ്ട്. കല്യാണം കഴിഞ്ഞവർ, കല്യാണം കഴിയാത്തവർക്ക്. ഇവർ ഈ ഭിക്ഷക്കാരൻ്റെ അടുത്ത് പോയി, അയാളുടെ അടുത്ത് പോയി ഇരുന്നിട്ട് ഭിക്ഷക്കാരൻ്റെ വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഭിക്ഷക്കാരനാകെ അത്ഭുതമായി. കാരണം ഒരാൾ പോലും തന്നോട് ഇങ്ങനെ വിശേഷങ്ങൾ അങ്ങനത്തെ കാര്യമൊന്നും ചോദിച്ചിട്ടില്ല. ഭിക്ഷക്കാരന് ഭയങ്കര സന്തോഷം. ഭിക്ഷക്കാരൻ ഭക്ഷണം കഴിക്കും, ഇവരോട് വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എന്നിട്ട് ഭിക്ഷക്കാരൻ എന്ന് അറിയുക വാചാലിനായിട്ട് ഇവരോട് വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എന്നാൽ ഇവർക്കൊരു ഗ്യാപ്പ് കൊടുക്കാതെ ഇവരോട് ഒരുപാട് വർത്താനം പറയാൻ തുടങ്ങി. അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്കിൽ ഈ ഭിക്ഷക്കാരൻ, ഇതിനകത്തൊരു ചേച്ചിയുണ്ട്, ആ ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, ഇതെന്നാ ബാക്കി എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ, നിന്റെ മുഖം എന്നെ വിഷമിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു. ഭിക്ഷക്കാരനെ മാനസാന്തരപ്പെടുത്താൻ ചെന്നവരെ ഭിക്ഷക്കാരൻ മാനസാന്തരപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഉടനെ ഈ ചേച്ചി ഉള്ള കാര്യം കൊണ്ട് തുറന്നു പറഞ്ഞു. എന്നറിയോ, എൻ്റെ ചേട്ടാ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായി എനിക്ക് കൊച്ചുണ്ടായിട്ടില്ല, ഈ ഒരു സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു. ഇത് ജെസിയോ തന്നെ കല്യാണം കഴിച്ച് പിള്ളേരില്ല. എൻ്റെ സഹോദരങ്ങളെ, ഈ ഭിക്ഷക്കാരൻ എന്നാ എന്നറിയോ, ഭിക്ഷക്കാരൻ താൻ കഴിച്ചുകൊണ്ടിരുന്ന ഭിക്ഷാപാത്രം ഉണ്ടല്ലോ, ആ ചോറ് പാത്രം അത് നേരത്തോട്ട് വെച്ചു. എന്നിട്ട് ഈ കൈ ചോറ, ഈ 2 കൈയും കൂടി ആകാശത്തേക്ക് ഒറ്റ പറഞ്ഞ, അപ്പാ ഇവള് പറഞ്ഞത് കേട്ടില്ലേ, ഇവൾക്കൊരു കൊച്ചില്ലാന്ന്, കൊച്ചിനെ കൊടുക്കണം. അപ്പാ ഇവള് പറഞ്ഞത് കേട്ട് ഇവർക്കൊരു കൊച്ചില്ലാന്ന്, ഇവൾക്കൊരു കൊച്ചിനെ കൊടുക്കണം. ഒരൊറ്റ വർഷം കഴിഞ്ഞപ്പോൾ അവൾ വടവാദ സെമിനാരി വന്ന സാക്ഷ്യം പറഞ്ഞ് അവൾക്കൊരു കുഞ്ഞ് ജനിച്ചു വന്ന. ഞാൻ ആ സാക്ഷ്യം കേട്ടയാളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അപ്പാ സ്വർഗസ്ഥനായ പിതാവ് എന്ന് വിളിച്ചിട്ട് എന്തൊക്കെ ഇടിമിന്നൽ പോലെ അഭിഷേകം അങ്ങോട്ട് ഇറങ്ങാത്തേ? ചങ്കുപൊട്ടി വിളിച്ചിട്ട് എന്താ അങ്ങോട്ട് കൃപ വ്യാപരിക്കാത്തേ? എന്റെ സഹോദരങ്ങളെ, നമ്മുടെ പിടുത്തം വിടാതെ, വില കൊടുക്കാതെ കൃപ നിറയല. നമ്മുടെ പിടുത്തം വിടാതെ, ആശ്രയം വിടാതെ, വില കൊടുക്കാതെ കൃപ നിറയില്ല എൻ്റെ സഹോദരങ്ങളെ. വില കൊടുക്കാതെ, അത് വൈദികനായാലും ശുശ്രൂഷയായാലും കുടുംബജീവിതക്കാരനായാലും വില കൊടുക്കാതെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കുമെന്ന് വിചാരിക്കരുത്. കർത്താവ് വില കൊടുക്കാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ കണ്ണ് പടച്ചങ്ങ് പോകണം, അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. ലൂക്കായുടെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ തിരുലിഖിതം. നമുക്ക് ഒരുമിച്ച്, നമുക്ക് പരിചിതമായ വചനങ്ങളാണ്, നമുക്ക് ഒരുമിച്ച് ഉറക്കെ നല്ല പവർ വളരെ നന്നായിട്ട് വായിക്കാം. വായിച്ചോ. സ്വന്തം പിതാവിനെയും എന്നല്ല, ജീവനെ തന്നെ വെറുക്കാതെ. അപ്പൊ ഇത് ചുമ്മാ കളിതമാശയല്ലെന്ന് ഈ വചനം. സ്വജീവനെ തന്നെ വെറുക്കാതെ, ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഭാവിയെ കുറിച്ചുള്ള കരുതലുകളും വെറുക്കാതെ എന്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കില്ലെന്ന് കർത്താവ്. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഒരു അസേർട്ടീവ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. പറക പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കോരിന്തോസ് ലേഖനം, കോരിന്തോസുകാർക്ക് ലേഖനം 1 കോരിന്തോസ് 7-ാമത്തെ അധ്യായത്തിന്റെ 32 മുതൽ 34 വരെയുള്ള തിരുലിഖിതങ്ങൾ നമ്മൾക്ക് എടുത്ത് വായിക്കണം. ഉത്കണ്ഠ ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ചിന്തിച്ച് തൽപരനാകുന്നു, ചിന്തിച്ച് അവന്റെ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞ ഭാര്യയുടെ കാര്യം നോക്കണ്ട, മക്കളുടെ കാര്യം നോക്കണ്ട, അങ്ങനത്തെ യാതൊരു സെൻസേ ഇല്ല. പക്ഷേ നിന്റെ ഹൃദയം വിഭജിക്കപ്പെടാൻ പാടില്ല. വിഭജിത ഹൃദയത്തിന് ദൈവത്തിന്റെ അഭിഷേകം നിറയല. A divided heart never attain any God experience. സുവിശേഷ വേലയിൽ നിന്ന് വേറൊരു കാര്യത്തിലേക്ക് എന്റെ സഹോദരൻ, നിന്റെ ഹൃദയം വിഭജിക്കപ്പെടരുത്. വില കൊടുത്തിറങ്ങണം. ഒരുമിച്ച് പറഞ്ഞു ഹല്ലേലൂയ. പറക പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കാൻ എനിക്ക് ഒരുപാട് ടെൻഷൻ ഉള്ള ഒരു കാലഘട്ടമുണ്ട്. എന്നറിയോ, അതായത് പിന്നെ ഒരു പുറത്തൊരു ധ്യാനത്തിന് വേണ്ടിയിട്ട് പോകാൻ ഒരുങ്ങിയ സമയത്ത് എൻ്റെ അമ്മ വീണ് അമ്മയുടെ കൈ ഒടിഞ്ഞു. ഒരു ചാച്ചനെ വെച്ചോളൂ, അമ്മയുടെ കൈ ഒടിഞ്ഞു. ഈ അമ്മ ഈ ഒടിഞ്ഞ കയ്യും വെച്ചുകൊണ്ട് വീണ്ടും അമ്മയുടെ ഹിപ്പ് ഒടിഞ്ഞു. അപ്പം എന്താ ചില ആൾക്കാർ പറഞ്ഞത് പിശാചിൻ്റെ ഉപദ്രവമാണ്. കൊടുക്കണം അടി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ആക്രമണം പിശാചിൻ്റെ ഉപദ്രവമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. വിശുദ്ധിയും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ഒരാരെ ആക്രമിക്കില്ല എന്നുള്ള ചിന്ത നമ്മൾ ഹോൾഡ് ചെയ്യണം. എന്നിട്ട് എൻ്റെ സഹോദരൻ ആ സമയത്ത് ധ്യാനത്തിന് എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ആരുമില്ലാത്തൊരു സാഹചര്യം വീട്ടിൽ വന്നു. അന്ന് ഞാൻ കർത്താവിനോട് ബലം പിടിച്ച് നിന്നു, ഒരുപാട് ബലം പിടിച്ച് നിന്നു. അങ്ങനെ ബലം പിടിച്ചെന്നറിയാം. അന്ന് മുതൽ സംഭവിക്കുന്ന അറിയാം സഹോദരൻ, അന്ന് ഞാൻ ധ്യാനത്തിന് പോയി. അങ്ങനെ ധ്യാനത്തിന് പോയ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അന്ന് മുതൽ എന്നറിയോ അയൽക്കാരും നാട്ടിലും ഒക്കെ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഒരു കുറവുമില്ലാതെ ഒരു അലച്ചിലുമില്ലാതെ ദൈവം നടത്താൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്നറിയാം, മരണം കണ്ടിറങ്ങാൻ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പോസ്തല പ്രവർത്തനം 14 ആക്ട്സ്, അപ്പോസ്തല പ്രവർത്തനം 14-ാമത്തെ അധ്യായം വായിക്കാം. ചേർന്ന് ഒരുമിച്ച് ഉറക്കെ അങ്ങ് വായിക്കാം. 14-19 മുതൽ. അന്ത്യോക്യയിൽ നിന്നും പ്രേരിപ്പിച്ച് കല്ലെറിയിച്ചു, വലിച്ചുകൊണ്ടുപോയി ആ രംഗം ഒന്ന് ഭാവന കണ്ടു നോക്കിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതായത് ശരിക്കും പറഞ്ഞാൽ പൗലോസ്ലീഹായെ അന്ത്യോക്യ നിക്കോണിൽ വന്ന ആൾക്കാർ കല്ലെറിയിച്ചു. ചത്ത പട്ടിയെ വലിച്ചോണ്ട് പോകുന്നത് പോലെയല്ലേ പൗലോസ്ലീഹ വലിച്ചോണ്ട് പോയേ. എന്നിട്ട് ശിഷ്യന്മാർ അവരുടെ ചുറ്റും കൂടിയപ്പോൾ എന്ന് പറഞ്ഞ് ഇതേപോലെ ഒരു പവർ കോൺഫറൻസ് കൂട്ടിയാൽ മതി. ഇച്ചിരി ജീവനില്ലാത്ത അവസ്ഥയായിരുന്നു. ഇതേപോലെ കോൺഫറൻസിൽ ശിഷ്യന്മാർ എല്ലാവരും കൂടെ ഇങ്ങോട്ട് കൂടി. എന്നറിയാം, പൗലോസ്ലീഹ എഴുന്നേറ്റിട്ട് വീണ്ടും അങ്ങോട്ട് പ്രവേശിച്ച് ഏത് പട്ടണത്തിൽ നിന്നാണോ ചത്ത പട്ടിയെ വലിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് അതേ പട്ടണത്തിലേക്ക് തന്നെ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ മരണം കണ്ടിറങ്ങണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. വില കൊടുക്കാന്ന് പറഞ്ഞ വേറെ എന്തില്ല, മരണം കണ്ടിറങ്ങണം. യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുന്നവർക്ക് എൻ്റെ സഹോദരങ്ങളെ മരണം കണ്ടിട്ടല്ലേ ഇറങ്ങുന്നേ. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പട്ടാളക്കാരനുണ്ടല്ലേ. ആ പട്ടാളക്കാരൻ അവധിക്ക് വന്നിട്ട് ഓരോ പ്രാവശ്യം തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ കാണുന്നറിയോ, ഭാര്യയെ കെട്ടിപ്പിടിക്കും, കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിക്കും. കാരണം എന്നറിയോ, അന്ന് നമ്മുടെ മറ്റേ കാശ്മീർ യുദ്ധമില്ലേ, കാശ്മീർ ആ യുദ്ധം ഉണ്ടായ കാലഘട്ടത്തിൽ ഇവൻ അവിടെയായിരുന്നു പിന്നെ അപ്പോയിൻമെന്റ് കൊടുത്ത്. അതിന് തിരിച്ചു വരുമല്ലെന്ന് അറിയത്തില്ല. ഒരു യുദ്ധത്തിന്റെ പോരാളിയാണെങ്കിൽ എൻ്റെ സഹോദരൻ മരണം കണ്ടിട്ട് ഇറങ്ങണമെന്ന് ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ക്യാൻസർ പിടിപെട്ട് ആൾക്ക് പിന്നെ തലവേദന വന്ന കുഴപ്പമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്യാൻസർ പെട്ടിട്ട് മരിക്കാനായി അയാൾക്ക് പിന്നെ തലവേദന വന്ന വിഷയമുണ്ടോ? ഇല്ലെന്നേ. മരണം കണ്ട ആൾക്കാർക്ക് പിന്നെ ബാക്കി എന്നെ ഒരു വിഷയമില്ലെന്നേ. 1 മക്കബായർ 3-ാമത്തെ അധ്യായത്തിന് 50-59 വാക്യം. 1 മക്കബായർ 3-ാമത്തെ അധ്യായത്തിന്റെ 59 വാക്യം. 1 മക്കബായർ 3-ാമത്തെ അധ്യായത്തിന്റെ 59 തിരുലിഖിതം ചേർന്ന് വായിക്കാം. നമ്മുടെ ജനത്തിന്റെയും വിശുദ്ധ സ്ഥലത്തിന്റെയും എന്ന് പറഞ്ഞ ഒരു യുദ്ധത്തിനായിട്ട് ഇറങ്ങുമ്പോൾ വരുമ്പോൾ നോക്കിയേ, നമ്മുടെ ജനത്തിന്റെയും ദേവാലയത്തിന്റെയും ഈ ദുസ്ഥിതി കാണുന്നതിനേക്കാൾ നല്ലത് യുദ്ധത്തിൽ മരിക്കുകയാണ്. അതിന് വില കൊടുക്കുക എന്ന് പറഞ്ഞാൽ മരണം കണ്ടുകൊണ്ട് ഇറങ്ങുക സഹോദരങ്ങളെ. അവിടെയാണ് ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ നിറവുണ്ടാകുന്നത്. 1 മക്കബായർ 2-ാമത്തെ അധ്യായത്തിലേക്ക് വാ. 19 മുതൽ 21 വരെ. 1 മക്കബായർ 2-ാമത്തെ അധ്യായത്തിന്റെ 19 മുതൽ 21 വരെയുള്ള തിരുലിഖിതങ്ങൾ. 1 മക്കബായർ 2-ാമത്തെ അധ്യായത്തിന്റെ 19 മുതൽ 21 വരെയുള്ള തിരുലിഖിതങ്ങൾ നമുക്ക് ചേർന്ന് ഒരുമിച്ച് നന്നായിട്ട് അങ്ങ് വായിക്കാം. എന്നാൽ മത്താത്യാസ് ദൃഢസ്വരത്തിൽ പറഞ്ഞു, എല്ലാ ജനതകളും അനുസരിക്കുകയും മതവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് ചെയ്താലും എൻ്റെ പുത്രന്മാരും സഹോദരന്മാരും ഉടമ്പടി അനുസരിച്ച് ജീവിക്കും എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനപ്രഘോഷത്തിന് വചന ശുശ്രൂഷയ്ക്കും ഇറങ്ങിത്തിരിക്കുക ചെയ്യേണ്ട കാര്യം തന്നെ സഹോദരങ്ങളെ, വചനത്തിന് വേണ്ടി നന്നായിട്ട് വില കൊടുക്കേണ്ടി വരും. ഒരു കാലത്ത് വചനം പാലിക്കാൻ വേണ്ടി വില കൊടുത്ത സത്യമാണെങ്കിൽ ഒരു കാലഘട്ടം കഴിയുമ്പോൾ വചനം നമ്മളെ പരിപാലിക്കുന്ന കാലഘട്ടം വരും. അവർക്ക് പറയാം ഹല്ലേലൂയ. ഒരു കാലഘട്ടം നമ്മൾ വചനം പാലിക്കാൻ വേണ്ടി ഒരുപാട് വില കൊടുക്കേണ്ടി വരും. അങ്ങനെ വില കൊടുക്കാൻ തുടങ്ങിയാൽ എൻ്റെ സഹോദരൻ, ഒരു കാലഘട്ടം കഴിയുമ്പോൾ വചനം നമ്മളെ പരിപാലിക്കുന്ന ഒരു കാലഘട്ടം, അതാണ് അഭിഷേകത്തിന്റെ കാലഘട്ടം. അതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ അഭിഷേകത്തിൽ ഉയർന്ന വ്യക്തികളുണ്ടെങ്കിൽ അതിനു മുമ്പ് ഒരു കാലഘട്ടത്തിൽ വചനത്തിന് വേണ്ടി വില കെട്ടത് ഒരു കാലഘട്ടം അവരുടെ ജീവിതത്തിലുണ്ട്. ഇല്ലാതെ ഒരാളും മേലെ അഭിഷേകം നിറയില്ല. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, വീട്ടിന്റെ കാര്യങ്ങൾ അത്യാവശ്യം നടക്കാൻ വേണ്ടി കൈക്കൂലി കൊടുത്തിട്ട് വചനം ലംഘിച്ചിട്ട് പിന്നെ കൃപയിൽ എങ്ങനെ ജീവിക്കാമെന്ന് കരുതുക? അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ വചനത്തിന്റെ കാര്യം. വചനം ഇപ്പം വെള്ളം കൊടുക്കണം. ഞാൻ ഓർക്കാണ് അട്ടപ്പാടി സഖ്യം ധ്യാന കേന്ദ്രത്തിൽ ആദ്യ വെള്ളിയാഴ്ച കൺവെൻഷൻ ആ കാലഘട്ടം ചിന്തിക്കുകയാണ്. അവിടെ ഗ്രൗണ്ട് നിരത്തുന്ന ഒരു കാലഘട്ടം. ആ ഗ്രൗണ്ട് നിരത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ദിവസം അന്ന് വാടകയ്ക്ക് JCB വിളിച്ചിരിക്കുക. JCB വാടകയ്ക്ക് അവിടെ പണിതുകൊണ്ടിരിക്കുക. പണിതുകൊണ്ടിരിക്കുമ്പോൾ ശനിയാഴ്ച രാത്രി 11 മണിയായി.
11 കാലമായി. 11 കാലമായപ്പോഴത്തേക്കും പിറ്റേ ആഴ്ച കൺവെൻഷൻ നടക്കാനുള്ളതാണ്. ഉടനെ ഭട്ടായച്ചൻ വന്നിട്ട് പറഞ്ഞു, പിന്നെ ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു കൃത്യം 12 മണിക്ക് പണി നിർത്തിയേക്കാൻ പറഞ്ഞു. ശനിയാഴ്ച രാത്രി കൃത്യം 12 മണിക്ക് പണി നിർത്തിയേക്കാൻ പറഞ്ഞു. അപ്പോൾ കാരണം എന്താ കാരണം, ശനിയാഴ്ച രാത്രി 12 മണിയായി, ഞായറാഴ്ച സാബത്തായി, ഞായറാഴ്ച ആചരണം. അപ്പോൾ ജെസിബിക്കാരൻ പറഞ്ഞു, ഭട്ടാച്ചൻ ശുശ്രൂഷയോട് പറഞ്ഞു, ജെസിബിക്കാരൻ പറഞ്ഞു ഒരു 1.5 മണിക്കൂറിൻ്റെ പണിയും കൂടെ ഉള്ളൂ, ആ 1.5 മണിക്കൂറിൻ്റെ പണിയും കൂടി അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ പോകാം. പിന്നെ ജെസിബിക്കാരൻ അന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ജെസിബിക്കാരൻ പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് ജെസിബിക്കാരൻ വരുള്ളൂ. അന്നത്തെ കാലത്താണ്, അത് വേറെ അയാൾ ഇവിടെ പണിയിട്ടിട്ടുണ്ട്. ജെസിബിക്കാരൻ്റെ പണി ഫിനിഷ് ചെയ്യാതെ പിന്നെ കയ്യാൾ പണി നടക്കുകയില്ല. അപ്പോൾ എന്താ പറയുക, കൺവെൻഷൻ നടക്കാതെ പോകും. ആ ആഴ്ചത്തെ കൺവെൻഷൻ വലിയ ബുദ്ധിമുട്ട് വരും. ഭട്ടാച്ചൻ പറഞ്ഞു കൺവെൻഷൻ നടന്നില്ലെങ്കിൽ കൺവെൻഷൻ നടന്നില്ല എന്നേ ഉള്ളൂ, വചനം ലംഘിച്ചിട്ട് ഇവിടെ ശുശ്രൂഷ വേണ്ട. പ്രൈസ് ദി ലോർഡ്. എന്നാ അറിയോ, 12 മണിയായപ്പോൾ ജെസിബിക്കാരൻ പണി നിർത്തിയിട്ട് പോയി. എന്ത് തരുന്നു, ആ കൺവെൻഷൻ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. സംഗതി വേറെ സ്ഥലത്ത് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത്. എന്നാ സംഭവിച്ചെന്നറിയോ സഹോദരങ്ങളെ, 1 മാസം കഴിഞ്ഞപ്പോൾ സെഹിയോന്റെ കോമ്പൗണ്ടിൽ ഒരു JCB സ്ഥിരതാമസമാക്കി. എന്ന് പറഞ്ഞാൽ സെഹിയോന്റെ വീടിന്റെ തൊട്ടടുത്ത ഉള്ള ഒരാൾ JCB മേടിച്ചു. അട്ടപ്പാടി ആരെങ്കിലും JCB മേടിക്കുമോ അന്നത്തെ കാലത്ത്? എന്നിട്ട് ആ മനുഷ്യർ സെഹിയോനിൽ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ആ പണി കഴിഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് JCB വർക്കിന് വിടുള്ളൂ. എൻ്റെ സഹോദരങ്ങളെ, വചനത്തിന് വേണ്ടി നമ്മൾ വില കൊടുക്കാൻ തുടങ്ങി ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ വചനം നമ്മളെ പരിപാലിക്കുന്ന കാലഘട്ടം വരെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. അവർക്ക് പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.